ഒരു തുണ്ട് ഭൂമിക്കായി അലഞ്ഞ് നിർധന കുടുംബം. കോട്ടപ്പുറം ആനച്ചാലിലെ ശ്യാമളയും 2 പെൺമക്കളുമാണ് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് എവിടെ പോകണമെന്നതറിയാതെ വലയുന്നത്. നീലേശ്വരം നഗരസഭയിലെ കോട്ടപ്പുറം ആനച്ചാലിലെ ശ്യാമളയും 2 പെൺമക്കളുമാണ് ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ വാടക വീട്ടിൽ ജീവിതം മുന്നോട്ടു നീക്കാൻ പാടുപെടുന്നത്. വിദ്യാർത്ഥികളായ മക്കളെ പഠിപ്പിക്കാനും ജീവിത ചെലവിനായും അന്യവീടുകളിൽ വീട്ടുജോലി ചെയ്താണ് ശ്യാമള കുടുംബം പുലർത്തുന്നത്. ഭർത്താവ് 8 വർഷം മുമ്പ് മരിച്ചതോടെ കുടുംബത്തിന്റെ ചുമതല ഈ വീട്ടമ്മയിലേക്കായി. ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത കുടുംബത്തിന്റെ വാടക വീട് പോലും ശോചനീയാവസ്ഥയിലാണ്. ശക്തമായ കാറ്റുവീശിയാൽ മേൽക്കൂര നിലം പതിക്കും. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട് വൈദ്യുതീകരിച്ചിട്ടില്ല. കാലവർഷമായാൽ വീട് വെള്ളക്കെട്ടിലാകും. കോട്ടപ്പുറം സ്കൂളിൽ +2-നും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുടെ പഠനച്ചിലവിന് പോലും കാശില്ലാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഏത് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളായും മറ്റ് സ്വന്തമായിട്ടൊരു ഗൃഹം വീട് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കുടുംബമാണിന്നത്. കാരണം ആർക്ക് തന്നെ ആയാലും ഒരു സ്വന്തം കൂട് ഇല്ല എന്നുള്ളൊരു മനപ്രയാസം ഇത്രയും കാലഘട്ടമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായങ്ങൾ നല്ലവരായ ജനങ്ങളിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും സാധിക്കുകയില്ല. അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു താല്പര്യത്തോടു കൂടിയൊരു ശ്രമമുണ്ടായാൽ എന്തുതന്നെയാലും അത് വിജയിക്കുകയും അതിലൂടെ ആ ഒരു കുടുംബത്തിൻ്റെ നിസ്വാർത്ഥമായ ഒരു മനോഭാവം എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്നുകൂടി എനിക്ക് തോന്നുകയാണ്. ഭൂമിയില്ലാത്തതിന്റെ പേരിൽ വീട് വയ്ക്കാൻ അധികൃതരെ സമീപിക്കാനും യാതൊരു വഴിയുമില്ല. വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം നിത്യജീവിത ചെലവിന് പോലും തികയുന്നില്ലെന്നാണ് ഇവരുടെ സങ്കടം. ഈ ദുരിതങ്ങൾക്കിടയിൽ വാടക വീടൊഴിയാൻ ഉടമസ്ഥർ അറിയിച്ചതോടെ ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ ഈ വീട്ടമ്മ വിതുമ്പുകയാണ്. 2 പെൺമക്കളാണ് എനിക്ക്. ഭർത്താവ് മരിച്ചിട്ട് 7 കൊല്ലം കഴിഞ്ഞു, 8ാമത്തെ വർഷം. ഞാൻ 2 മക്കളെ പഠിപ്പിക്കുന്നത് അന്യ വീട്ടിൽ പോയി വീട്ടു ജോലി എടുത്തിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത്. മൂത്ത മകൾ +2, രണ്ടാമത്തെ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാടകയ്ക്കാണ് താമസം. ഇപ്പോൾ ആ വീട് താമസം ഒയ്യാൻ പറയുന്നു. അപ്പോൾ പോകാൻ ഒരിടവും എനിക്കില്ല. പെൺമക്കളായതുകൊണ്ട് തന്നെ എവിടേക്കെന്നറിയാതെ ഇറങ്ങാനും വയ്യ എന്നത് ഇവരുടെ സങ്കടം ഇരട്ടിപ്പിച്ചു. ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് വീട് പെട്ടെന്ന് നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയൂ, അല്ലെങ്കിൽ വീട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. സ്ഥലവും വീടും എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്ലേശകരമാണ്. അതുകൊണ്ട് തന്നെ സുമനസ്സുകളും നല്ലവരായ നാട്ടുകാരും സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ നമുക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് മലയാളികളുണ്ട്. മറ്റ് ഇത്തരം നിർദ്ധനരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി സന്മനസ്സുള്ള ഒരുപാട് സാമ്പത്തികം ഉള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അവരുടെ എല്ലാം സഹായത്തോടുകൂടി ഒരു 3 സെന്റ് സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുമെങ്കിൽ ഏറ്റവും അടുത്ത നാളിൽ തന്നെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ശ്യാമളക്ക് ഒരു വീട്, ശ്യാമളക്കും 2 പെൺമക്കൾക്കും സുരക്ഷിതമായി കിടന്നുറങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു വീട് എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. കാരുണ്യമുള്ള ഹൃദയങ്ങളുടെ ഒരു കൈത്താങ്ങിനായി ഈ വീട്ടമ്മ കാത്തിരിക്കുകയാണ്.